ബിൽഡ് ബെസ്റൈബിംഗ് ആണ്. അതായത് നമ്മൾ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഷ്രൈബനിൽ ചോദിക്കും. നമ്മൾ A2 ലെവലിലൊക്കെ എക്സാം നിങ്ങൾ എഴുതാത്തതുകൊണ്ട് ഇത്ര സിമ്പിളായിട്ടുള്ളത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ അത് എഴുതാനൊക്കെ റെഡി ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി വാർസ് ടു ഡു ആൽ സ്കിൻ്റെ എടുത്തപ്പോഴാണെങ്കിലും, പിന്നെ വോണ്ട്സ് ടു ഡു ലീബർ നമ്മളെവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് മിക്കവാറും നമ്മളുടെ ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സെൻറ്റൻസ് നമുക്ക് ജർമ്മനിലാക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക എളുപ്പം ഉണ്ടാവുക. നമുക്ക് എക്സാമിന് ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന ഒരു 15 പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവാറുള്ളതെങ്കിലും, അങ്ങനെയല്ല എങ്കിൽ നമ്മളതിന് പ്രിപ്പയർഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിലും ഷ്രൈബൻ നിങ്ങളോട് എന്തിനെ പറ്റി എഴുതാനാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സെൻറ്റൻസസ് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ എഴുതാൻ പറ്റണം. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു പ്രാക്ടീസിനുള്ളൊരു പറ്റിയൊരു ടോപ്പിക്കാണ് ഇന്നത്തേത്. ബിൽഡ് ബെസ്റൈബിംഗ്, അതായത് ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം ആദ്യത്തെ ഒരു പിക്ചറിൽ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 1-2 സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഔഫ് ദെം ബിൽഡ് സീറ്റ് മാൻ സ്വൈ പേഴ്സോണൻ എന്നാണ് കേട്ടോ. അത് ഓക്കെ, രണ്ടാമത്തെ സ്ലൈഡിലുണ്ട് സ്വൈ പേഴ്സോണൻ. അതായത് ഈ പിക്ചറിൽ നമ്മൾ 2 ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെ നമ്മൾ പറയാം അല്ലേ. നമ്മൾ മെയിനായിട്ടും ഈ പിക്ചറിൽ ബാക്കി നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്താണ് ഇവിടെ 2 ആൾക്കാരെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു. സി സിറ്റ്സൻ ഫിലൈസ്റ്റ് ഇൻ ഐനം റെസ്റ്റോറൻറ്റ് ഓർഡർ ഇൻ ഐനം കഫേ ഉൺ സ്പ്രഹൻ മിറ്റൈനാൻഡർ. മിറ്റൈനാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഈച്ച് അതർ എന്നാണ് മിറ്റൈനാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഫിലൈസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഹാപ്സ് ആണ്. അപ്പോൾ ഇവർ ഇരിക്കുന്നത് മിക്കവാറും ഒരു റെസ്റ്റോറൻറ്റിലോ ഒരു കഫേയിലോ ആയിരിക്കാം. ആൻഡ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പ്രൊനൗൺസ് ചെയ്യിപ്പിക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അടുത്ത ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുകയാണ്. ആ ആൾ എന്താ പറയുക, മാന് വീരുന്നൊരു സ്യൂട്ടാണ്. ആൻഡ് വുമൺ കുറച്ച് സ്മാർട്ടായിട്ടുള്ള ഒരു ഷിക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ല വൃത്തിയുള്ളൊരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ശ്രീകുട്ടി വായിച്ചേ. ഇൻ മിറ്റൽ പുങ്ക്റ്റ് അത് വായിച്ചേ. ഓക്കെ, മിറ്റൽ പുങ്ക്റ്റ് കേട്ടോ. മിറ്റൽ പുങ്ക് ഓക്കെ മിറ്റൽ പുങ്ക്റ്റ് കേട്ടോ. ഇൻ മിറ്റൽ പുങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നടുവിലായിട്ട് എന്നുള്ളതാണ്. ഇൻ മിറ്റൽ പുങ്ക്റ്റ് സിൻഡ് ഐൻ ലാപ്ടോപ്പ്, ഒരു ലാപ്ടോപ്പ് ഉണ്ട് അവരുടെ നടുവിലായിട്ട്. ഐൻ ഹാൻഡി ഉണ്ട് ഐൻ ടാബ്ലറ്റ് ഓഫ് ഐനും ടിഷ് സു സേഹൻ, അതായത് ടേബിളിൽ ഒരു ടാബ്ലറ്റും ഒരു ഫോണും കാണുന്നുണ്ട്. അടുത്തത് ഡർ മാൻ സിറ്റ്സ് റെഹ്റ്റ് und erklärt der Frau etwas. അപ്പോൾ റെഹ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റും ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും ആണ്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കാണുന്നത് ദ മാൻ സിറ്റിംഗ് ഓൺ ദ റൈറ്റ് ആണ് അല്ലേ, വലത് ഭാഗത്താണ് ഇരിക്കുന്നത്. ആൻഡ് അയാൾ എന്തോ പറയുന്നത് പോലെയാണ് കാണുന്നത് അല്ലേ, കൈ കൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ എർക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക, സംതിങ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുള്ള ഫ്രൗവിനോട്, ലേഡീനോട്. ഓക്കെ, അടുത്ത അഭിജിത്ത് ഒന്ന് വായിച്ചിരിക്കണം കേട്ടോ, എപ്പോഴാണ് എളുപ്പമാവുക. അപ്പോൾ ഈ ലേസൺ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരമാവധി വൊക്കാബുലറീസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വളരെ സിമ്പിളാണ്. അത് A1 A2 B1 B2 എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ എത്ര വൊക്കാബുലറീസ് അറിയും അത്രയും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് അതായത് ഇപ്പോൾ A2 ലെവലാകുമ്പോൾ A2 ലെവലുള്ള വൊക്കാബുലറീസ് ആയിരിക്കും ഉണ്ടാവുക. B1 ആകുമ്പോൾ B1 ലെവൽ വൊക്കാബുലറി ആയിരിക്കുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ബാക്കിയൊക്കെ സെയിം, പാറ്റേണൊക്കെ സെയിം ആയിരിക്കും. വൊക്കാബുലറീസ് മാത്രമേ മാറൂ. അപ്പോൾ വൊക്കാബുലറീസ് മാക്സിമം പഠിച്ചാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ ലേസനൊക്കെ സിമ്പിളാണ് പിന്നെ. ഓക്കെ, അപ്പോൾ ഒന്നും നല്ലപോലെ വൊക്കാബുലറീസ് പഠിക്കണം. ഇപ്പോൾ ടിഷൊക്കെ വളരെ സിമ്പിളാണ്, A1 നമ്മൾ പഠിക്കുന്നതാണ്. മാക്സിമം പഠിച്ചു പോകുക കേട്ടോ. ഇൻ ഹിൻഡർ ഗ്രൗണ്ട് സീറ്റ് മാൻ വൈറ്ററെ ബേങ്കെ ഉണ്ട് ടിഷ് എന്ന് പറഞ്ഞാൽ ടേബിളാണ്. ഇൻ ഹിൻഡർ ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് കാണാം, വൈറ്ററെ ബേങ്കെ കുറച്ച് ബെഞ്ചസും ഡെസ്കും ടേബിളും ഒക്കെ കാണാം. ഇനി ഇഷ് ഡെങ്കെ ദി ബൈഡൻ സിൻഡ് കൊളീഗിൻ. അപ്പോൾ കൊളീഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഗ്സ് എന്നുള്ള അർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നത് ഇവർ കൊളീഗ്സ് ആണെന്നാണ്. നമ്മൾ ചുമ്മാ കുറേ എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ പറയാം ഈ പിക്ചറിനെ പറ്റി, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ എന്താ പറയുക, ഒരു 50 വേർഡ്സിൽ ഇവരെ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളിമറിച്ച് എഴുതുക, അതൊക്കെ തന്നെ. ഇനി വാർഷൈൻലിസ് ഡിസ്കൂട്ടിയറിയൻ സി യൂബർ ഇയറെ ആർബൈറ്റ്. അപ്പോൾ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി നോക്ക്. ഇയറെ ആർബൈറ്റ് നമുക്കിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിലുള്ള എല്ലാ വേർഡ്സും അറിയില്ലെങ്കിലും നമ്മളത് കണക്ട് ചെയ്ത് മീനിങ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർബൈറ്റ് എന്ന് പറഞ്ഞാൽ വർക്കാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആർബൈറ്റ് എന്ന് പറഞ്ഞാൽ ജോലിയാണ്. അപ്പോൾ നമ്മൾ A1 തന്നെ നമ്മൾ പഠിച്ചാൽ നമ്മൾ സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഫോർസ്റ്റെല്ലാം ചെയ്യുമ്പോൾ ഒക്കെ നമ്മളത് ഉപയോഗിക്കുന്നതാണ്.
പിന്നെ ഡിസ്കുട്ടിയറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷനാണ്. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട് ജർമ്മനിൽ. അതായത് ഇപ്പോൾ ഷോക്കളാഡ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ്, ഡിസ്കുട്ടിയറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കഷനാണ്. അങ്ങനെ എന്താ പറയുക, വളരെ സിമിലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ, അതൊക്കെ അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കിട്ടി. അപ്പോൾ ഡിസ്കുട്ടിയറൻ കിട്ടി, ആർബൈറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കണക്ട് ചെയ്ത് വായിക്കാം. അപ്പോൾ ഒരു ആർബൈറ്റിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി വാർഷൈൻലിസ് നമുക്കറിയില്ലെങ്കിലും മിക്കവാറും അവർ എന്നുള്ള അർത്ഥത്തില്ല. വാർഷൈൻലിസ് ഡിസ്കുട്ടിയറൻ സി യൂബർ ഇയറെ ആർബൈറ്റ്, അവർ പ്രോബബ്ലി ഡിസ്കസിങ് അബൌട്ട് ദെയർ വർക്കാണ്. ഇനി അടുത്തത് ശ്രീകുട്ടി വായിച്ചേ. മാക്സിമം എന്താ പറയുക, നല്ല വായിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. പിന്നെ ചെറിയ പോഡ്കാസ്റ്റുകളൊക്കെ കേട്ടാൽ നല്ലതാണ്. അപ്പോൾ പ്രൊണൗൺസിയേഷനൊക്കെ കുറച്ചും കൂടി നന്നാവും. അവർ പറയുന്ന ഒരു ഇതിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്ന അതേപോലെ നമുക്ക് പറ്റില്ലെങ്കിലും നമ്മൾ പരമാവധി ഒപ്പിച്ച് നിൽക്കില്ല. അതേപോലെ മാക്സിമം ട്രൈ ചെയ്യാം. എസ് ക്യാൻ ഔട്ട് സൈൻ ദസ് വി ഫെയർ ഹൈറൈറ്റഡ് ഓൺ സി ഇറ്റ് വാസ് പേഴ്സണലിഷ്യസ് ബെസ്റ്റ് ഫ്രണ്ട്. അതായത് പേഴ്സണലിഷ്യസ്, അതായത് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അത് നമുക്ക് ആ വാക്കിന്ന് കിട്ടും. പിന്നെ ഫെയർ ഹൈറൈറ്റഡ്, അത് കല്യാണമാണ്. അത് നമ്മൾ പഠിച്ചാണ് അല്ലേ, ഇഷ്മീൻ ഫെയർ ഹൈറൈറ്റഡ് അല്ലെങ്കിൽ ഇഷ്മീൻ ലേഡി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടും. പിന്നെ ബാക്കി നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? എസ് ക്യാൻ ഔട്ട് സൈൻ, അതായത് എനിക്ക് ഏകദേശം മനസ്സിലായത് ദസ് വി ഫെയർ ഹൈറൈറ്റഡ്, അവർ കല്യാണം കഴിച്ചതാണ്. സീൻ ഇറ്റ് വാസ് പേഴ്സണലിഷ്യസ് ബെസ്റ്റ് ഫ്രണ്ട്, അവർ പേഴ്സണൽ എന്താ പറയുക സംതിങ് ആണ്, പേഴ്സണൽ കാര്യങ്ങൾ എന്തോ ആണ് ചർച്ച ചെയ്യുന്നത്. അത് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബിൽഡ് ബെസ്ക്രൈബിങ് ചെയ്യുക, അതായത് ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള എന്താ പറയുക, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് എന്താണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാമറൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും, എന്നാലും ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ കറക്ഷൻ ചെയ്തിട്ട് ഞാൻ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോകും, അത് വലിയ സംഭവമല്ല. പക്ഷേ ഒരു പിക്ചർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. ഇതേപോലെ ജസ്റ്റ് ഇതൊരു റെഫറൻസ് ആക്കി എടുത്തിട്ട് ഇവരിപ്പോൾ പറഞ്ഞ പോലെ ഒരു പിക്ചർ നോക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, അത് ആദ്യത്തെ കാര്യം. നമ്മളിപ്പോൾ ഒരു പിക്ചർ കണ്ട്, അപ്പോൾ നമ്മൾ എന്തൊക്കെ വേണ്ടി ഇതിൽ പറയണം. വാസ് ഈസ് ടു ഡു, നമ്മൾ എന്താണ് കാണുന്നത്, അത് ആദ്യം പറയാം. ഇനി വോ ഈസ് ദി പേഴ്സൺ അല്ലെങ്കിൽ വോ ഈസ് ദി സീന്, അതായത് ഈ ആരാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എന്ത് സ്ഥലമാണ്. ഇപ്പോൾ അടുത്ത ഇതിലൊക്കെ എക്സാമ്പിളൊക്കെ ഇത് കാണും. ഇപ്പോൾ അതായത് എയർപോർട്ടിൻ്റെ സ്ഥലമാണ് നമ്മൾ കാണുന്നത്, ഒരു ഫ്ലൂഗ് ഹൗഫ്. അപ്പോൾ ഫ്ലൂഗ് ഹൗഫ് എന്നുള്ള സ്ഥലമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് നമ്മൾ എടുത്ത് പറയണം. ഇവരെവിടെയാണുള്ളത്, അല്ലെങ്കിൽ ബാൻഹോഫാണോ, ട്രെയിൻ സ്റ്റേഷനിലാണോ, എവിടെയാണുള്ളത് നമ്മൾ പറയണം. വാസ് മാഹൻ ദി പേഴ്സൺ, ഇവരെന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അവരെന്തോ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളൊരു ബിൽഡ് ബെസ്ക്രൈബിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇത് മാത്രം പറയണം അല്ലെങ്കിൽ ഇതെന്നെ പറയണം എന്നല്ല, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. വി സേഹൻ ദി പേഴ്സൺ ആൻഡ് ഹൗസ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ എന്താണ് വേറെ എന്താ കാണുന്നത്, ഇവരെ പറ്റി വേറെ എന്താണ് കാണുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഈ ബിൽഡ് ബെസ്ക്രൈബിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അവർ ഡ്രസ്സ് ധരിക്കുന്നത് എന്താണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ പിന്നെ ആ പേഴ്സണിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നേരത്തെ അവർ എന്താ പറയുക കല്യാണം കഴിച്ചാണ്, നല്ല ഡ്രസ്സ് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ മാലയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പോയിന്റുകളൊക്കെയാണ് അതിൽ വരേണ്ടതെന്ന് മാത്രം. നമ്മളെന്താ കാണുന്നത്, അവരെവിടെയാണുള്ളത്, അവരെന്താ ചെയ്യുന്നത്, അവരെന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ബിൽഡ് ബെസ്ക്രൈബിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ അടുത്തൊന്ന് വായിച്ച്. ഔഫ് ദം ബിൽ സേഹെ ഷൈനെ ഫ്രൗ ആം ഫ്ലൂഗ്ഹാഫൻ. ഫ്ലൂഗ്ഹാഫൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടാണ്. അപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണുന്നത് ഒരു ലേഡി എയർപോർട്ടിൽ നിൽക്കുന്നതാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തതൊന്ന് വായിച്ച് ശ്രീകുട്ടി. ഔഫ് ദം ബിൽ സീറ്റ് മാൻ ഐനെ ടൂറിസ്റ്റിൻ ദി ആം ഫ്ലൂഗ്ഹാഫൻ ഈസ്റ്റ്. അപ്പോൾ ആ പറഞ്ഞ എന്താ, നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു ടൂറിസ്റ്റിനെയാണ്. അവർ എയർപോർട്ടിൽ നിൽക്കുകയാണ്. നമ്മൾ ലേഡി എന്നെടുത്ത് പറയുന്നതിന് പകരം ഒരു ടൂറിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞു മാത്രം. അടുത്ത വായിച്ച് അഭിജിത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്താ, ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആവട്ടെ, ഇതെല്ലാം ഉപയോഗിക്കണം എന്നല്ല. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറയാം ഞാനൊരു ലേഡിനെയാണ് കാണുന്നത് എയർപോർട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി എക്സ്പ്ലനേറ്ററി ആയിട്ട്, പക്ഷേ അത്ര കൺഫർമേറ്ററി അല്ലാണ്ടെന്ന് പറയാം. അതായത് ഞാനൊരു എയർപോർട്ടിലുള്ളൊരു സീനാണ് കാണുന്നത്. ബിൽഡ് ഗിഫ്റ്റ് എസ് ഐനെ സീനെ ഫ്രം ഫ്ലൂഗ്ഹാഫൻ. ബിൽഡ് ഒരു പിക്ചർ ഞാൻ കാണുന്നത് ഐനെ സീനെ അം ഫ്ലൂഗ്ഹാഫൻ, എയർപോർട്ടിലുള്ള ഒരു സീനാണ് ഞാൻ കാണുന്നത്. ഹിയർ ക്യാൻ മൈൻ ഐനെ ഫ്രൗ ഫോർ ദെയർ ഇൻഫോ ടാഫൽ സേഹൻ. അതായത് ഇൻഫർമേഷന് വേണ്ടി ഒരു ലേഡി നോക്കുന്നത്, ഇൻഫർമേഷൻ ബോർഡിലേക്ക് നോക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ ഒരു ടൈം എഴുതി കാണിക്കുന്ന ബോർഡിലേക്ക് അവർ നോക്കുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പ്ലനേറ്ററി ആണ്, പക്ഷേ
എന്താ പറയുക, അത് ഒരു ലേഡീനെ കണ്ടു എന്ന് ജസ്റ്റ് പറയാതെ, പക്ഷെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം ജസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന ഔഫ് ദെം ബിൽഡ് ഐനെ സേഹെ ഐനെ ഫ്രൗ ആം ഫ്ലൂഗാഫൻ, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി അടുത്തത് ദസ് ബിൽഡ് ഓർ ദസ് ഫോട്ടോ സീറ്റ് ഐനെ ഫ്രൗ ആം ഫ്ലൂഗാഫൻ ഷോസ് എ വുമൺ അറ്റ് ദി എയർപോർട്ട്. ഇങ്ങനെയും ഇത് ആദ്യം പറഞ്ഞ സെൻറ്റൻസിൻ്റെ വേറൊരു രീതിയാണെന്ന് മാത്രം. ഇനി ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ ഉള്ളൂ. ഔഫ് ദെം ബിൽഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, ആ പിക്ചറിൽ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഹിയർ എന്ന് മാത്രം പറഞ്ഞിട്ടും നിങ്ങൾക്ക് പറയാം. ഹിയർ ഞാനിവിടെ ഹിയർ എന്താണ് കാണുന്നത്, ഹിയർ സീറ്റ് മാൻ ഞാനിവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഔഫ് ദെം ബിൽഡ് സീറ്റ് മാൻ, ഇങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ദസ് ബിൽഡ് അല്ലെങ്കിൽ ഫോട്ടോ സീറ്റ്, അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫോട്ടോയിൽ കാണുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് ഒന്നും വലിയ സംഭവങ്ങളല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞതാണ്. ഔഫ് ദെം ബിൽഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റിയിലാണോ കൺട്രി സൈഡാണോ എന്ന് പറയുന്നതിന് നമ്മൾ രണ്ട് രീതിയിലാണ് പഠിച്ചില്ലേ, ഇൻ്റർ സ്റ്റേറ്റ്, ഔഫ് ദെം ലാൻഡ്, അങ്ങനെ അതേപോലെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. ഔഫ് ദെം ബിൽഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഹിയർ എന്ന് പറഞ്ഞിട്ട് മാത്രം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ദസ് ബിൽഡ് അല്ലെങ്കിൽ ഫോട്ടോ സീറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി പ്രൊപ്പോസിഷനും അഡ്വേർബ്സും എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, ഇൻ ഹിൻഡർഗ്രൗണ്ട് ഹിൻഡൻ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇന്നതാണ് കാണുന്നത്. ഇൻ ഫോർഗ്രൗണ്ട് ഫോർനെ, ഞാൻ ഫോർഗ്രൗണ്ടിൽ ഇതാണ് കാണുന്നത്. ഇൻ മിറ്റൽ പുങ്ക്ട് ഇൻ്റർമിറ്റ്, ഈ മിറ്റൽ പുങ്ക്റ്റോ അല്ലെങ്കിൽ ഇൻ്റർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലായിട്ട് അല്ലെങ്കിൽ ബിറ്റ്വീനായിട്ട് ഞാൻ ഇതാണ് കാണുന്നത്. ഔഫ് ഡർ ലിങ്കൻ സൈറ്റ് അല്ലെങ്കിൽ ലിങ്ക്സ്, ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്താണ് കാണുന്നത്. ഔഫ് ഡർ റൈറ്റ് സൈറ്റ് അല്ലെങ്കിൽ റൈറ്റിലായിട്ട് എന്താണ് കാണുന്നത്. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ എന്താ പറയുക ഓരോന്നിനെയും ഡിസ്ക്രൈബ് ചെയ്യുക. നേരത്തെ നമ്മൾ ആ പിക്ചറിൽ നമ്മൾ കണ്ടിരുന്നില്ലല്ലേ, അവരുടെ രണ്ടുപേരുടെയും നടുവിലായിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അവരുടെ എൻ്റെ അടുത്തുള്ള ടേബിളിൽ ഫോണും ഇതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾസ് മനസ്സിലാവും. അത് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ, അഭിജിത്ത് ഒന്ന് വായിച്ചാൽ. അപ്പോൾ മീനിങ് മനസ്സിലായി. ഓക്കെ, അതാണ് ഇൻ്റർമിറ്റ് സ്റ്റേഹൻ ടിഷേ ദി ടിഷേ സ്റ്റേഹൻ ഫീലെ സ്റ്റൂളായി. അടുത്തത് വായിച്ചേ അഭിജിത്ത്. ഒക്കെ വെച്ചിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഔഫ് ദർ ലിങ്കൻ സൈറ്റേക്കൻ മൻ ഐനൻ ഫേൺ സെയർ സേഹൻ ഉണ്ട് റെഹ്റ്റ് ഐനൻ ഫോയർ ലോഷർ. ഓക്കെ, അപ്പോൾ ലിങ്കൻ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ടി വി ഉണ്ട്. ഔഫ് ദർ ലിങ്കൻ സൈറ്റ് മൻ ഫേൺ സെയർ ടി വി, സേഹൻ ഉണ്ട് റെക്റ്റ്, ആൻഡ് റൈറ്റിൽ എന്ത് കാണാം, ഐനൻ ഫോർ ലോഷർ, അതായത് ഫയർ എക്സ്റ്റിങ്വിഷറും കാണാം. അടുത്തത് ഹിൻഡർ ദെൻ ടിഷ്യൻസ് ഇൻ ഗ്രോസേ ഫെൻസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വിൻഡോ ആണ് കേട്ടോ, ഫെൻസ്റ്റർ. അപ്പോൾ ഹിൻഡർ ദെൻ ടിഷ്യൻ, ടേബിളിന് പുറകിലായിട്ട് ഒരു വിൻഡോ കാണുന്നുണ്ട്, ഭയങ്കര വലിയ ഗ്രോസേ ഫെൻസ്റ്റർ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറയാം, ഇൻ ഫോർഗ്രൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർനെ എന്ന് പറയാം മുമ്പിൽ. ഇൻ ഹിൻഡർ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിൻഡൻ ബാക്കിൽ എന്തായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. ഇൻ മിറ്റൽ പുങ്ക്ട്, ഇൻ ബിറ്റ്വീനായിട്ട് നടുവിലായിട്ട് ഇന്നത് കാണുന്നുണ്ട്. ഔഫ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈറ്റ് അല്ലെങ്കിൽ റൈറ്റിലായിട്ട് എന്താണ് ഫയർ എക്സ്റ്റിങ്വിഷർ ആണോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് പറയാം. ഔഫ് ദർ ലിങ്കൻ സൈറ്റ് ലെഫ്റ്റിലായിട്ട്, അല്ലെങ്കിൽ ലിങ്ക്സ്, വെറുതെ ലിങ്ക്സ് ഒന്നും പറഞ്ഞാലും ലെഫ്റ്റ് എന്ന് തന്നെയാണ് വരിക. ഓക്കെ, ഇനി വെക്സൽ പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക എന്നും കൂടി നോക്കാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ചുമരാണ് കേട്ടോ, വാളാണ്. ആൻഡർ വാൻഡ് ഹാങ് ചെയ്യുക. ആൻഡ് ബാഡമെൻ്റൽ, അതായത് ഒരു ബാത്റൂം, അതായത് ഈ ബാത്റൂമിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തൂക്കിയിട്ടിട്ടുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഔഫ് ദെം റെഗൽ സ്റ്റേറ്റ് ഐനെ ഫ്ലാൻസെ, നമ്മൾ നേരത്തെ നോക്കി ഫ്ലാൻസെ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ് ആണ് അല്ലേ, ചെടിയാണ് ഫ്ലാൻസെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഔഫ് ദെം റെഗൽ, ആ ഒരു ഷെൽഫിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, മേലെയായിട്ട് എന്തുണ്ട്, നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഹിൻഡർ ദർ ഫ്ലാൻസെ ഈസ്റ്റ് ആൻഡ് ഫെൻസ്റ്റർ സൂ സേഹൻ, പ്ലാന്റിൻ്റെ പുറകിലായിട്ട് എന്ത് കാണുന്നുണ്ട്, ഹിൻഡർ എന്നാണ് പറഞ്ഞത്, ബാക്കിൽ അല്ലേ ഹിൻഡർ. അപ്പോൾ പ്ലാന്റിൻ്റെ പിക്ചറിൽ എന്താ കാണുന്നത്, റൈറ്റ് സൈഡിലുള്ളതിൻ്റെ പ്ലാന്റിൻ്റെ പുറകിലായിട്ട് ഒരു വിൻഡോ ഉണ്ട് അല്ലേ, ഫെൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വിൻഡോ. ഓക്കെ, ഫോർ ദെൻ സ്പീഗൽ സിൻസ് വൈ വാഷ് ബെക്കൻ, എന്ത് കാണുന്നുണ്ട്, ഇതിലായിട്ട് രണ്ട് വാഷ് ബേസിനിൽ കാണുന്നുണ്ട് അല്ലേ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. സ്വിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദേൻ സ്പീഗൻ ഈസ്റ്റ് ആൻഡ് റെഗാൽ, ആ രണ്ട് മിററിന് ഇടയിലായിട്ട് സ്വിഷൻ ദേൻ സ്പീഗൻ, ആ രണ്ട് മിററിന് ഇടയിലായിട്ട് എന്തുണ്ട്, ഒരു റെഗാലും കൂടി ഉണ്ട്, ഒരു ഷെൽഫും കൂടെ ഉണ്ട്. നേബന്തർ ബാഡവാനെ സ്റ്റേറ്റ് ഓഫ് ഐൻ റെഗാൽ, നെക്സ്റ്റ് ടു ദ ബാത്ത് ടബും ഒരു ടേബിൾ ഒരു എന്താ പറയുക ഒരു ഷെൽഫുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രം. റീഗൽ സിൻ ഫീലെ ഹാൻഡ് ടു ഷെർ. ഓക്കെ, ഹാൻഡ് ടു ഷെർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒബ്വിയസ്ലി ടവൽസ് ആയിരിക്കും, ഹാൻഡ് ടവൽസ് ആയിരിക്കും അല്ലേ. ഇൻ റീഗൽ, ആ ടേബിളിൻ്റെ ഉള്ളിലായിട്ട് ഇത് കാണുന്നുണ്ട്. ഔഫ് ദെം റീഗൽ സ്റ്റേറ്റ് ഐനെ ഫ്ലാൻസ്, ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞു.
യൂബർ ദെൻ സ്പീക്കൻ ഹാങ്ങൻസ് വൈ ലാമ്പൻ. ഓക്കെ, ആ മിററിൻ്റെ ഇതായിട്ട് എന്താ പറയുക, എബോവ് ആയിട്ട് 2 ലാംപ്സ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടർ ദെൻ വാഷ് ബെക്കൻ ഈസ്റ്റ് ആൻഡ് ഉണ്ടർ ഷ്രാങ്ക്. ഒരു ലോവർ ക്യാബിനറ്റ് ഉണ്ടർ ഷ്രാങ്കും കൂടി ഉണ്ട്. എന്താ പറയുക, സിങ്ക് വാഷ് ബേസിൻ്റെ താഴെയായിട്ട് വാഷ് ബെക്കൻ. ഇതിൽ കുറേ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പരമാവധി വൊക്കാബുലറീസ് പഠിക്കുക കേട്ടോ. ഫ്ലാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്, സിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻ ബിറ്റ്വീൻ ആണ്, ലാമ്പാണ്. വാഷ് ബെക്കൻ വാഷ് ബേസിനാണ്. ഹാൻഡ് ടൂഷർ ഹാൻഡ് ടവലാണ്. റിഗൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഷെൽഫാണ്. ചിലപ്പോൾ അറിയില്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, പിന്നെന്താ, സ്പീക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മിററാണ്. ഫെൻസ്റ്റർ വിൻഡോ ആണ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, എളുപ്പമാണ്. ഇത് ബാഡേ മാൻറ്റൽ, ഇത് എന്ന് വെച്ചാൽ ബാത്റൂമാണ്. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് വൊക്കാബുലറി അല്ല, പക്ഷേ എന്നാലും പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പരമാവധി ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ വാക്കുകൾ കിട്ടാതെ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ സ്റ്റക്കായി പോവുക. പ്രത്യേകിച്ച് ലേസണിലൊക്കെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോയി. ആക്ച്വലി ഈസി ആയിരിക്കും ആൻസർ. ഒരു എന്താ പറയുക, പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ പണ്ടൊക്കെ ചെയ്യൂലായിരുന്നു ഇംഗ്ലീഷ് എക്സാമിലൊക്കെ, 10th +2 നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു വലിയ പാരഗ്രാഫ് വരും, ആ പാരഗ്രാഫിൽ നിന്നിട്ട് ഒരു താഴത്തെ ഒരു 5-10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഫിൽ ചെയ്യാനുണ്ടാവും. ആൻസർ അതിലുണ്ടാവും. ആക്ച്വലി ആൻസർ വളരെ സിമ്പിളായിരിക്കും, പക്ഷേ ചില വൊക്കാബുലറീസിൻ്റെ മീനിങ് നമുക്ക് അറിയാതെ നിൽക്കുമ്പോൾ നമ്മൾ ആകെ ഭയങ്കര പകച്ച് നിൽക്കും. അങ്ങനെ ഇതാവേണ്ടിയില്ല. അതുകൊണ്ട് പരമാവധി വൊക്കാബുലറീസ് പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ലേസനൊക്കെ എളുപ്പമാവും. ഇത് കഴിയും. പെർമ്യൂട്ടിങ് ആൻഡ് ഔസൻ എക്സ്പ്രസ് അസംഷൻ. നമ്മൾ കുറച്ച് അസംഷൻസ് എങ്ങനെ പറയാം. ഫില്ലൈസ്റ്റ് മാഹൻ ദർ ഫാറ്റർ ഉണ്ടി ടോക്ടർ ഐനൻ ഉർലോവ്. ഈ പിക്ചറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഫില്ലൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പെർഹാപ്സ് ആണ് കേട്ടോ. പെർഹാപ്സ്. മാഹൻ ഡർ ഫാറ്റർ ഉണ്ടി ടോക്ടർ, ഫാദറും അവരുടെ കുട്ടിയും. ഐനൻ ഉർലോവ് ഒരു വെക്കേഷനിലാണ്. നമ്മൾ പിക്ചർ കണ്ടിട്ട് നമ്മൾ അസംഷൻസ് വെറുതെ പറയാണ്, ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒന്നും ആയിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ അത് ഒരു അസംഷൻ പറഞ്ഞു. ഫെർമ്യൂട്ട്ലിഷ് വാർട്ടൻസി ഓഫ് ദി ആൻഡ്രൻ. അത് അവരെന്താ പറയുക, ആൻഡ്രൻ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർഷൈൻലിഷ് നേരത്തെ നമ്മൾ നോക്കിയില്ലേ, വാർഷൈൻലിഷ് എന്താ, പ്രോബബ്ലി, മിക്കവാറും എന്നുള്ളത്. വാർഷൈൻലിഷ് വൊള്ളൻ സി ഫോൺ ദെയർ ഔസിഷ് ഐൻ ഫോട്ടോ മാഹൻ. അവർക്ക് അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. എസ് ക്യാൻ സൈൻ ദസ് ദർ ഫാറ്റർ അല്ലൈൻ എർസൈറാൻഡ് ഈസ്റ്റ്. അതായത് സിംഗിൾ പാരൻ്റ് ആണെന്ന് തോന്നുന്നു. മേ ബി വെറുതെ പറയാണ്, ജസ്റ്റ് ആ കുട്ടീൻ്റെ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം ആ ആൾ, ആ ഫാദർ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. ഇഷ് ഡെങ്കെ സി ഹാബൻ സിഷ് ഫെർലൗഫൻ. മേ ബി അവർ, ഞാൻ വിചാരിക്കുന്നത് ഇഷ് ഡെങ്കെ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക്, ഇഷ് ഡെങ്കെ സി ഹാബൻ സിഷ് ഫെർലൗഫൻ, അവർ ലോസ്റ്റ് ആയതായിരിക്കാം. ഇഷ് ഗ്ലൗബെ എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് എന്നുള്ള അർത്ഥത്തിലായി. ഇഷ് ഗ്ലൗബെ സെയിം. ഇഷ് ഡെങ്കെ ആണെങ്കിൽ ഇഷ് ഗ്ലൗബെ ഒക്കെ ആണെങ്കിൽ ഒരേപോലെ തന്നെ. ഇഷ് ഗ്ലൗബെ സി വോളൻ വാൻഡേൺ എന്ന് പറഞ്ഞാൽ അവർ ഹൈക്ക് ചെയ്തുകൊണ്ട് പോവായിരിക്കും, അവർ മല ഹൈക്ക് ചെയ്യുമായിരിക്കും. ഇഷ് ഫെർമ്യൂട്ടെ ദ സി ഹിയർ അല്ലൈൻ സിൻഡ്. ഞാൻ അസ്യൂം ചെയ്യുന്നത് അവർ ഒറ്റക്കാണ്. ഇഷ് നേമെ ആൻഡ് ദസ് സി ദി നാച്ചുർ ഗെനൈസൻ വൊള്ളൻ. ഓക്കെ, അവർ നാച്ചുർ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് അസംഷൻസ് പറയാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇഷ് ഗ്ലൗബയോ, ഇഷ് ഡെങ്കയോ, ഇഷ് നേമെ ആൻഡ് ഇഷ് വെർമ്യൂട്ടേന്നോ, ഇഷ് വാർഷൈൻലിഷോ, ഇത് ഏതെങ്കിലുമൊക്കെ വാക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ?